ഇന്ന് ഞാൻ പറയുന്നത് 6-7 മാസം മുമ്പ് ഒ പിയിൽ വന്ന ഒരു 25 വയസ്സുള്ള പെൺകുട്ടിയെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഒ പി തീരാറായി 7-8 മണിക്കാണ് ഈ പേഷ്യൻ്റ് റൂമിലോട്ട് വരുന്നത്. പെൺകുട്ടിയുണ്ട്. പെൺകുട്ടി വീൽ ചെയറിലാണ്, വളരെ സിവിയർ പെയിനിലാണ്, അവൾ നടക്കാൻ പോലും വയ്യ. അവളുടെ അച്ഛനാണ് കൂടെ വന്നിരിക്കുന്നത്. അവൾ വളരെ ഡിസ്ട്രസ്ഡാണ്. അച്ഛൻ്റെ മുഖത്ത് തന്നെ സങ്കടം തളം കെട്ടി കിടക്കുന്നുണ്ട്. ഇവൾക്ക് എന്താ ചോദിച്ചു, എന്താ മോളെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് മുട്ടുവേദനയാണ്, നടക്കാൻ വയ്യ. മുട്ട് നോക്കുമ്പോൾ ഒരു മുട്ടിന് മാത്രം, വലത് മുട്ടിന് സിവിയർ പെയിനാണ്. ഞാൻ ചോദിച്ചു എത്ര ദിവസമായി ഇങ്ങനെ വീൽ ചെയറിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്? 3 മാസത്തോളമായി. വീട്ടിൽ നടക്കും, പക്ഷേ നടക്കുന്നത് പിടിച്ച് മാത്രമേ നടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ അവളുടെ ഹിസ്റ്ററി ചോദിച്ചു. ഇവളുടെ അച്ഛൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. അമ്മ മരിച്ചിട്ട് ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. ഒരു 10-12 വയസ്സുകൾക്ക് പ്രായമുള്ളപ്പോൾ തന്നെ അമ്മ മരിച്ചുപോയി. അപ്പോൾ ഈ കുട്ടിയാണ് പലപ്പോഴും രാവിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എന്ത് പറ്റി? ഇവൾ ബി.എഡിന് പഠിക്കുകയായിരുന്നു. ബി.എഡിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസമാണ് ഇവൾക്ക് മുട്ടിന് വേദന തുടങ്ങി. അവൾ ആദ്യമൊന്നും കാര്യമാക്കില്ല. കുറച്ച് ദിവസം മുമ്പ് കോളേജിൽ ഡാൻസ് കളിച്ചിരുന്നു, അതുകൊണ്ട് വന്ന മുട്ടുവേദനയായിരുന്നു. അവൾ ഇഗ്നോർ ചെയ്തു. നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുമല്ലോ. അത് കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് മുട്ടുവേദന നീര് വെച്ച് വരുന്നു, മുട്ട് മടക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവൾ നാട്ടിലുള്ള തന്നെ ഒരു ഡോക്ടറെ കാണിച്ചു. തൃശ്ശൂരുള്ള കുട്ടിയാണ്. അപ്പോൾ നാട്ടിലുള്ള ഡോക്ടറെ കാണിച്ചു. അവരത് റുമറ്റോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. റുമറ്റോളജിസ്റ്റ് നോക്കിയപ്പോൾ റുമറ്റോയിഡ് ഫാക്ടർ പോസിറ്റീവാണ്, RA ഫാക്ടർ പോസിറ്റീവാണ്, ESR 70-80 ഉണ്ട്, മുട്ടിൽ നീർക്കെട്ടുണ്ട്. അപ്പം RA ഫാക്ടർ പോസിറ്റീവാണ്, മുട്ടിൽ നീർക്കെട്ടുണ്ടെങ്കിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആയിരിക്കും എന്ന് അദ്ദേഹം വിചാരിച്ചു. മെത്തോട്രെക്സിൻ ടൊഫാസിഡിബും കൊടുത്തു, സ്റ്റിറോയിഡ് കൊടുത്തു നോക്കി, വേദന കുറയുന്നേയില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഇവൾക്ക് ആദ്യം ഈ മെത്തോട്രെക്സിൻ കഴിക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ അവൾക്ക് കോളേജിൽ പോകാൻ പറ്റുമായിരുന്നു. കോളേജിൽ കയറുന്ന ബസ്സിൽ കയറിയിട്ടാണ് അവൾ പോകുന്നത്. 5-8 കിലോമീറ്റർ ദൂരെയുള്ളൊരു കോളേജാണ്. അത് കഴിഞ്ഞ് ഇത് കൊടുത്ത് 1-2 മാസം കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ബസ്സിന് പടി കയറാൻ പറ്റാതായി. അപ്പോൾ അച്ഛൻ ഓട്ടോയിൽ കൊണ്ട് ഇവിടെ വിടുമായിരുന്നു. അതും കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഇവൾക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ വീട്ടിലെ പണിയൊക്കെ ചെയ്യാനായിട്ട് അച്ഛൻ ജോലി വിട്ടു. അപ്പോൾ വീട്ടിൽ അച്ഛനും മോളും ഉള്ളൊരു വീട്ടിൽ ഇവൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തന്നെ അച്ഛൻ ഓട്ടോ ഡ്രൈവ് ചെയ്യാൻ പോലും പറ്റാതെ ഫുൾ ടൈം അച്ഛൻ വീട്ടിൽ ഇരിക്കേണ്ട സ്ഥിതി വന്നു. അപ്പോൾ അച്ഛൻ ഇവളുടെ കൊണ്ടുവരുമ്പോൾ 22 വയസ്സുള്ളൊരു മോളെയും കൊണ്ട് നമ്മുടെയൊക്കെ വരുന്ന അച്ഛൻ്റെ ഒരു മാനസിക സ്ഥിതി, അച്ഛൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് സങ്കടം തളം കെട്ടി കിടക്കുക. കാര്യം അച്ഛൻ വളരെ നല്ല ഡോക്ടേഴ്സിനെ കാണിച്ചു, 2 റൂമറ്റോളജിസ്റ്റിനെ ഓൾറെഡി കാണിച്ചു. എന്നിട്ടും റുമറ്റോയിഡ് ഫാക്ടർ പോസിറ്റീവാണ്. വാതരോഗത്തിന് വളരെ നല്ല ഗുളികകൾ കൊടുത്തു, എന്നിട്ടും കുറയുന്നില്ല. അച്ഛന് കഷ്ടപ്പെട്ടാണ് ഇവൾ ട്രീറ്റ് ചെയ്തത്. അച്ഛന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഇവളുടെ പഠിത്തവും നടക്കുന്നില്ല. 22 വയസ്സുള്ള ഒരു കുട്ടി, അമ്മയില്ലാത്ത കുട്ടി, ഇവിടെ കല്യാണം കഴിച്ച് അയക്കുക എന്നുള്ളതാണ് അച്ഛൻ്റെ ഒരു ഉദ്ദേശം. ഇവളിങ്ങനെ വീൽ ചെയറിലായി, ഞാൻ എന്ത് ചെയ്യും ഡോക്ടറെ? ഇവൾ ആമവാദം വന്ന് കിടപ്പായി പോകുമോ? അച്ഛൻ്റെ കണ്ണുകളിൽ നമ്മൾ നോക്കുമ്പോൾ സങ്കടം തളിക്കെട്ടിട്ടുണ്ടായിരുന്നു, കരഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രോഗി എൻ്റെ റൂമിൽ വരുമ്പോൾ എനിക്ക് ആദ്യം തോന്നിയൊരു കാര്യം, സാധാരണ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ബാധിക്കുന്ന നാമവാദമാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്, നമുക്കെല്ലാം അറിയാം. നമ്മൾ ചാനലിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. പ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും സന്ധികളെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. പ്രതിരോധ ശക്തി പുറത്തുള്ള ഓർഗാനിസിനെ, ബാക്ടീരിയസിനെ, വൈറസിനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം നമ്മുടെ സന്ധികളെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാകുന്നത്. അതിലുള്ള ഒരു ആർത്രൈറ്റിസ് ആണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. സാധാരണ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ബാധിക്കുമ്പോൾ സന്ധികളിൽ നീരും വീക്കവും വരും. നീരും വേക്കും വരുമ്പോൾ സന്ധികളുടെ ചെറിയ ജോയിൻസിനെയാണ് ഇത് കൂടുതലായിട്ടും ബാധിക്കുന്നത്. സിമെട്രിക് മൾട്ടിപ്പിൾ ജോയിൻസിനെ ബാധിക്കും. അതായത് ചെറിയ കുഴകളെ ബാധിക്കും, റിസ്റ്റിനെ ബാധിക്കും, ഷോൾഡറിനെ ബാധിക്കും. മൾട്ടിപ്പിൾ ജോയിൻറ്റ്സ്, അതായത് പോളി ആർത്രൈറ്റിസ് എന്ന് വിളിക്കും. യൂഷ്വലി 4-5 ജോയിൻറ്റ് കൂടുതൽ പലപ്പോഴും ബാധിക്കാറുണ്ട്. റെയറായിട്ട് ഒരു സിംഗിൾ ജോയിൻറ്റിലൊക്കെ വരാം, പക്ഷേ മിക്കപ്പോഴും മൾട്ടിപ്പിൾ ജോയിൻസിനെ ഇത് ബാധിക്കാറുണ്ട്. അങ്ങനെ ബാധിക്കുമ്പോൾ അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ട് വരും, അവർക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റി ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ ഈ കുട്ടിക്ക് വന്ന പോലെ പതുക്കെ ഡിറ്ററേറ്റ് ചെയ്ത് അവർ താഴത്തോട്ട് പോവുകയും ചെയ്യും. പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ കുട്ടിക്ക് ഒരു ജോയിൻറ്റിൽ മാത്രമേ ഉള്ളൂ. ഒരു ജോയിൻറ്റിൽ മാത്രമേ ഉള്ളപ്പോൾ നമ്മൾ സാധാരണ മോണോ ആർത്രൈറ്റിസ്, സിംഗിൾ ജോയിൻറ്റിൽ വരുന്ന ആർത്രൈറ്റിസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത് കുറച്ച് റെയറാണ്. ഒരു 100 റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ ഒരാളോ അല്ലെങ്കിൽ 200 പേരിൽ ഒരാൾക്ക് മാത്രമേ ഒരു സിംഗിൾ ജോയിൻറ്റിൽ വരൂ. അപ്പോൾ എനിക്ക് സംശയം തോന്നി, എന്തുകൊണ്ടാണ് ഒരു സിംഗിൾ ജോയിൻറ്റിലുണ്ട്? മാത്രമല്ല ശരിക്കും മെത്തോട്രെക്സിൻ ടൊഫാസിഡിബും ഏർലി സ്റ്റേജിൽ, അവർക്ക് അസുഖം കണ്ടുപിടിച്ച് ഏർലി സ്റ്റേജിൽ ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ ചികിത്സിച്ചു. അച്ഛൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. ചികിത്സിച്ചു, മരുന്ന് കൊടുത്തിട്ട് പോലും ഇവൾക്കൊരു എഫക്റ്റും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു റുമറ്റോയിഡ് ആർത്രൈറ്റിസ് തന്നെയാണോ? അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ എക്സ്റേയിൽ അത് കുറച്ച് ഡാമേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ജോയിൻറ്റിൽ. അപ്പോൾ എനിക്ക് തോന്നിയത് വേറെ എന്തെങ്കിലും ആണോ, വേറെ എന്തെങ്കിലും ഇൻഫെക്ഷനോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖമാണോ? അപ്പോൾ റുമറ്റോയിഡ് ഫാക്ടർ ചെയ്തു. റുമറ്റോയിഡ് ഫാക്ടർ സ്ട്രോങ് പോസിറ്റീവാണ്. ESR കൂടുതലാണ്. ആൻറ്റി CCP എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, അത് റുമറ്റോയിഡ് ഫാക്ടറിനേക്കാളും കുറച്ചുകൂടി
സ്പെസിഫിക് ആയി കുറച്ചുകൂടി റിലയബിൾ ആയിട്ട് ടെസ്റ്റാണ് RAക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് വേണ്ടി. അതും ഈ കുട്ടിയിൽ പോസിറ്റീവായിരുന്നു. അപ്പം റുമറ്റോയ്ഡ് ഫാക്ടർ പോസിറ്റീവാണ്, ആൻറ്റി-CCP പോസിറ്റീവാണ്. പക്ഷേ എനിക്ക് തോന്നി ഈ കുട്ടിക്ക് റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ട് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. MRI ചെയ്യിച്ചു. MRI ചെയ്തപ്പോൾ ജോയിൻറ്റിൽ മൊത്തം നല്ല നീർക്കെട്ടാണ്. മാത്രമല്ല ചുറ്റുമുള്ള എല്ലുകൾക്കും കാർട്ടിലേജിനൊക്കെ ഡാമേജ് വന്ന് തുടങ്ങിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു അച്ഛൻ എന്തായാലും ശരിയാക്കാം. അപ്പോൾ തന്നെ അച്ഛന് പറഞ്ഞു ഡോക്ടറെ ഇവിടെ നടത്തണം. അച്ഛൻ പറഞ്ഞാണ് ഇവിടെ എങ്ങനെയെങ്കിലും നടത്തണം, നടത്തിയില്ലെങ്കിൽ നമ്മുടെ കുടുംബം വഴിയാധാരമായി പോകും. എനിക്കുള്ള ഒരേ ഒരു പ്രതീക്ഷയാണ് ഈ കുട്ടി, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ നീർക്കെട്ടുള്ളപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ല, ഇത്രയും മരുന്നുകൾ കൊടുത്തിട്ടും റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ച് വരാൻ പറഞ്ഞു. തിരിച്ച് വന്നപ്പോൾ ഈ കൊച്ചു വീൽചെയറിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞു അച്ഛൻ നമുക്കൊരു ബയോപ്സി ചെയ്ത് നോക്കണം. യൂഷ്വലി പണ്ടൊക്കെ നമ്മൾ ബയോപ്സി ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർത്രോസ്കോപ്പിക് ബയോപ്സി എന്ന് പറയും. അതായത് ജോയിൻറ്റ് തുറന്ന് അതിനകത്തുനിന്ന് ഒരു കഷ്ണം എടുത്ത് നോക്കുക എന്നുള്ളത്. ബയോപ്സി എന്ന് വെച്ചാൽ തന്നെ ആൾക്കാർ പേടിക്കും. ബയോപ്സി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു അയ്യോ മോൾക്ക് ക്യാൻസറാണോ ഡോക്ടറെ? ഇത് വലിയൊരു മിസ്കൺസെപ്റ്റാണ്. ബയോപ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഷ്ണം എടുത്ത് നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ചിലപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണോ, അതോ ഏതെങ്കിലും ഇൻഫെക്ഷൻ വന്നതാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള നീർക്കെട്ടാണോ എന്ന് തിരിച്ചറിയാൻ ടെസ്റ്റാണ്. അതിപ്പം ക്യാൻസർ മാത്രമല്ല ബയോപ്സി ചെയ്യുന്നത്. ബയോപ്സി എന്തിനു വേണ്ടി നമ്മൾ ബയോപ്സി ചെയ്യും, അതായത് എന്താണ് ആ ടിഷ്യൂ, ആ കോശങ്ങളെ അവിടുത്തെ കോശങ്ങളെ എടുത്ത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ബയോപ്സി. അപ്പോൾ അച്ഛൻ്റെ ഞാൻ പറഞ്ഞില്ല ക്യാൻസർ അല്ല, 100% ക്യാൻസർ അല്ല. കാരണം ക്യാൻസർ ഇങ്ങനെ ഒരിക്കലും വരാറില്ല, ഇത്രയും നീർക്കെട്ടായിട്ട് വരാറില്ല. ക്യാൻസർ അല്ല, അച്ഛൻ പേടിക്കേണ്ടെന്ന് പറഞ്ഞു. പണ്ട് കാലത്ത് നമ്മൾ ചെയ്യണമെങ്കിൽ പേഷ്യൻറ്റിനെ തുറന്ന് അല്ലെങ്കിൽ ആർത്രോസ്കോപ്പിക് ബയോപ്സി ചെയ്ത് കഴിഞ്ഞാൽ മിക്കപ്പോഴും ഒരു 2 ആഴ്ച 3 ആഴ്ച റെസ്റ്റ് വേണ്ടി വരും. മാത്രമല്ല ചിലവും അത്യാവശ്യം നല്ല രീതിയിൽ ചിലവ് വരും. അപ്പോൾ നമ്മൾ ഈ മാത്രമല്ല 2 ദിവസം അഡ്മിറ്റ് ആകണം, പിന്നെ അനസ്തീഷ്യ കൊടുക്കണം, 100 കൂട്ടം പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് അതുകൊണ്ട് കേരളം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാസൗണ്ട് ഗൈഡ് ബയോപ്സി ചെയ്യും. അൾട്രാസൗണ്ട് ഗൈഡ് എന്ന് വെച്ചാൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് അത് എവിടെയാണോ നീരുള്ളത് ചെറിയൊരു അത് ഗണ്ണുണ്ട്, ആ ഗൺ വെച്ച് ബയോപ്സി ഗൺ എന്ന് പറയും. ബയോപ്സി ഗൺ വെച്ചിട്ട് അതിൽ ടിഷ്യൂ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ അന്ന് തന്നെ അച്ഛൻ 2 ദിവസം MRI ആയിട്ട് വന്ന ദിവസം തന്നെ ഞാൻ പറഞ്ഞു അച്ഛാ നമുക്ക് ഇങ്ങനെ അൾട്രാസൗണ്ട് ഗൈഡായിട്ട് ബയോപ്സി ചെയ്യാം. ചിലവും ഭയങ്കര കുറവാണ്, മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 10% ചിലവ് 10-1 ചിലവ് മാത്രമേ ഇത് വരത്തുള്ളൂ. ടെസ്റ്റ് വിട്ടു. അത് കഴിഞ്ഞ് 4-5 ദിവസം കഴിയുമ്പോൾ നമ്മുടെ പത്തോളജിസ്റ്റിനെ വിളിച്ച് പറഞ്ഞു ഈ കൊച്ചിൻ്റെ കാര്യം ഇങ്ങനെയാണ് മാഡം, കൊച്ച് ഭയങ്കര ഡിസ്ട്രെസ്സിലാണ് മാഡം, നമ്മളെ ഹെൽപ്പ് ചെയ്യണം, കഴിയുന്ന പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ 4 ദിവസം കഴിയുമ്പോൾ മാഡം ഫോൺ ചെയ്തു. ഇത് അതിൽ TBയുടെ അണുക്കളുണ്ടെന്നാണ് മാഡം പറഞ്ഞത്. ട്യൂബർക്ലോസിസ്, അതായത് നിങ്ങൾക്കറിയാം ക്ഷയരോഗം എന്നൊക്കെ വിളിക്കും. വലിയ സമാധാനമായി. കാരണം ക്ഷയരോഗം എന്ന് പറയുന്നത് നമുക്കറിയാം, പലപ്പോഴും നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും എങ്ങനെ ക്ഷയരോഗം ജോയിൻറ്റിലോ? ക്ഷയരോഗം എപ്പോഴും എവിടെ വരുന്നത്? ശ്വാസകോശത്തിൽ വരുന്നതായിട്ടാണ്. ലങ്സിനാണ് TB നമ്മൾ കേട്ടേക്കുന്നത്. ലിംഫ് നോട്ട്സിനും വരാം, പക്ഷേ ബോണിനും ഇത് വരാം. അപ്പോൾ ബോണിൻ്റെ TB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് കണ്ടുപിടിക്കപ്പെട്ട അസുഖമാണ്. നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ ജോയിൻറ്റ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ്ഡായി പോകും. കുറേ പേര് അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ബോൺ TB ആയിരുന്നു. ATT എന്ന് പറയുന്നത് ആൻറ്റി ട്യൂബർക്ലോസിസ് ട്രീറ്റ്മെൻറ്റ്, അതായത് TBക്കുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്തു. എല്ലാ വാദത്തിൻ്റെ മരുന്നുകളെല്ലാം നമ്മൾ നിർത്തി. അച്ഛൻ ആദ്യം വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് വാദത്തിൻ്റെ മരുന്നുകളൊക്കെ നമ്മൾ നിർത്താം. കാരണം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് മരുന്നുകൾ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടും അവളുടെ വേദന കുറയുന്നില്ലായിരുന്നു. അപ്പോൾ അത് നിർത്തി. TBയുടെ മണുക്കൾ തുടങ്ങി. 1 മാസമായപ്പോൾ പതുക്കെ കുറഞ്ഞു വരത്തുള്ളൂ. 2 മാസമായപ്പോൾ പതുക്കെ അവളുടെ നീര് കുറഞ്ഞു തുടങ്ങി. പിന്നെ അവൾ നടന്നു തുടങ്ങി. 6 മന്ത്സ് അവൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു. കൃത്യമായ മോണിറ്ററിങ്ങിലൂടെ അവൾ പൂർണ്ണമായിട്ടും നോർമലായി തുടങ്ങി. 3 മാസം 1-2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവൾ പതുക്കെ വീടിൻ്റെ ജോലികളൊക്കെ ചെയ്തു. അച്ഛൻ ജോലിക്ക് പോയി തുടങ്ങി. അത് കഴിഞ്ഞ് അവളുടെ കോഴ്സിനും പോയി തുടങ്ങി. അപ്പോൾ 6 മാസം മുമ്പ് കഴിഞ്ഞ ദിവസം OP വന്നപ്പോഴാണ് വിചാരിച്ചത് ഇത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടൊരു അസുഖം ട്രീറ്റ് ചെയ്യാൻ പറ്റിയൊരു കേസായിരുന്നു, ഒരു പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ പാഠങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, TB എന്ന് പറയുന്ന അസുഖം കണ്ടുപിടിച്ചപ്പോൾ ഈ അച്ഛന് ഭയങ്കര ടെൻഷനായി. TB കണ്ടുപിടിച്ചപ്പോൾ അച്ഛൻ എന്തിനാണ് ടെൻഷനാണെന്ന് വെച്ചാൽ അച്ഛൻ TB ആണ് ഡോക്ടർ, എൻ്റെ കൊച്ചിന് TB ആണ്. അപ്പോൾ ഞാൻ ഇതിൽ വളരെ സിമ്പിളായിട്ടൊരു കാര്യം, പലപ്പോഴും TB എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പേടി വരും. ഇത് പകരുമോ? ഒരേ പാർട്ടിൽ നമ്മൾ ഫുഡ് കഴിക്കാവോ? ഇവിടെ ഞാൻ മാറ്റി നിർത്തണോ? അടുത്ത വീട്ടിലെ ആൾക്കാർ എന്ത് വിചാരിക്കും? നമ്മൾ ഒറ്റപ്പെടുത്തുമോ? അപ്പോൾ TBയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോൺ TB ഒരിക്കലും പകരില്ല. പൾമണറി TB, അത് ലങ്സിനെ ബാധിക്കുന്ന TB മാത്രമേ പകരത്തുള്ളൂ. കാരണം അത് കഫത്തിലൂടെയാണ് പകരുന്നത്. പക്ഷേ ബോൺ TB ഒരിക്കലും പകരില്ല. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ TBയുടെ വേറെ അഡ്വാൻറ്റേജ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ് നമുക്കറിയാം, ദീർഘകാലം മരുന്ന് കഴിക്കും. 2, 3, 4 ചിലപ്പം ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ TBയുടെ മരുന്നിൻ്റെ ഗുണം എന്താ? വെറും 6 മാസം മരുന്ന് കഴിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യുന്ന അസുഖമാണ്. അപ്പം ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനേക്കാളും ബെറ്റർ ഡയഗ്നോസിസ് ആണ്. പിന്നെ അവൾക്ക് ഒരു തരത്തിലുള്ള ലോങ് ടേം പ്രശ്നങ്ങളും ഉണ്ടാകില്ല. TBയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അവൾ മുക്തയാകുകയും ചെയ്യും. കംപ്ലീറ്റ് അസുഖം ട്രീറ്റ് ചെയ്ത് മാറ്റാനും സാധിക്കും. അപ്പോൾ ഈ കേസ് നമുക്ക് എന്തൊക്കെ മനസ്സിലായി? അപ്പം ആദ്യം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് വിചാരിച്ചൊരു അസുഖത്തിന് അവസാനം എന്തായിരുന്നു? ട്യൂബർക്ലോസിസ് ആയിട്ടാണ് വന്നത്, TB ആയിട്ടാണ് വന്നത്. ഇതിന് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഒന്ന്, ഇത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്തുകൊണ്ടാണ് ഡോക്ടർ തെറ്റിദ്ധരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. റുമറ്റോയ്ഡ് ഫാക്ടറും ആൻറ്റി-CCPയും പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഡോക്ടർ വിചാരിച്ചത്. എന്താണ് റുമറ്റോയ്ഡ് ഫാക്ടർ? റുമറ്റോയ്ഡ് ഫാക്ടർ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ ആൻറ്റിബോഡീസാണ്. കുറേ അസുഖങ്ങളിൽ റുമറ്റോയ്ഡ് ഫാക്ടർ പോസിറ്റീവ് ആകാം. അതിലൊന്നാണ് TB.
നമുക്ക് മഞ്ഞപ്പിത്തം ഉള്ളവർക്ക്, ഹെപ്പറ്റൈറ്റിസ് ഉള്ളവർക്ക്, HIV ഉള്ളവർക്ക്, അതുപോലെ തന്നെ വേറെ വാതകങ്ങൾ, SLE, ജോഗ്രൻ സിൻഡ്രോം, അങ്ങനെയുള്ള കുറേ അസുഖങ്ങൾ, അല്ലെങ്കിൽ ഹാർട്ടിനുള്ള ഇൻഫെക്ഷൻ ഉള്ളവർക്ക്, അല്ലെങ്കിൽ 60 വയസ്സ് 70 വയസ്സ് കഴിഞ്ഞ് 5% ആൾക്കാർക്ക് ഒരു അസുഖമില്ലെങ്കിലും 5 മുതൽ 10% ആളുകൾക്ക് റുമറ്റോയിഡ് ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ റുമറ്റോയിഡ് ഫാക്ടർ പോസിറ്റീവ് ആയതുകൊണ്ട് അത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആകണമെന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം. ഈ CCP എന്ന് പറഞ്ഞ ടെസ്റ്റ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ്, കുറച്ചുകൂടി സ്പെസിഫിക് ആണ്, കുറച്ചുകൂടി റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ളവർക്കാണ് ഇത് കാണുന്നത്. പക്ഷേ ഒരു 5% ആളുകൾക്ക് ഈ CCP പോസിറ്റീവ് ആണെങ്കിലും വേറെ എന്തെങ്കിലും അസുഖമാകും. അങ്ങനെയുള്ള കൊച്ചായിരുന്നു നമ്മുടെ ഈ കുട്ടി. അപ്പോൾ ബയോപ്സി വേണ്ട ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യുക. 1. 2, റുമറ്റോയിഡ് ഫാക്ടർ പോസിറ്റീവ് ആണെങ്കിലും ഒരു ചിന്തകളിൽ മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണെന്ന് വിചാരിക്കരുത്, വേറെ എന്തെങ്കിലും ആകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഒരു ഡയഗ്നോസ് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റുമറ്റോളജിസ്റ്റ് നേരത്തെ കണ്ട റുമറ്റോളജിസ്റ്റ് മോശമാകൊണ്ടല്ല, പക്ഷേ പലപ്പോഴും ചെറിയ മിസ്ലീഡിംഗ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്, എസ്പെഷ്യലി ചില കേസുകളിൽ. അപ്പം ഞാൻ അതാ പറഞ്ഞത്, അൺസർട്ടനിറ്റി അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പ്രോബബിലിറ്റി വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് 90% ഇല്ല 95%, 99% പ്രോബിലിറ്റി. ചിലപ്പോൾ ഈ കേസിൽ ഒരു 50% പ്രോബിലിറ്റി റുമറ്റോയിഡ് ആർത്രൈറ്റിസിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബയോപ്സി ചെയ്ത് നോക്കിയത്. ബയോപ്സി ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് TB ആണെന്ന് മനസ്സിലായി. TB ആണെന്ന് മനസ്സിലായതുകൊണ്ട് TBയുടെ മരുന്നുകൾ തുടങ്ങിയതുകൊണ്ട് ആ കുട്ടിക്ക് പൂർണ്ണമായിട്ടും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ സന്തോഷം കിട്ടും. കാരണം ഈ പേഷ്യൻറ്റ് കംപ്ലീറ്റ് ക്യൂറായല്ലോ. മാത്രമല്ല അവൾക്ക് അവൾ വീട്ടിൽ പോയി അവൾ പഠിച്ച് അവൾ ഒരു ജോലി നേടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രായമുള്ള അച്ഛന് ഒരു ഹെൽപ്പ് ആകത്തുള്ളൂ. അവൾക്ക് വീട്ടിലെ ജോലികൾ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അച്ഛന് ജോലിക്ക് പോകാം. അതുമാത്രമല്ല അച്ഛനും വളരെ സന്തോഷമായി. കാരണം ഇനി ഇവളുടെ 22 വയസ്സായി, 2-3 വർഷത്തിനുള്ളിൽ ഇവൾ കല്യാണം ആലോചിക്കണം, കല്യാണം കഴിക്കാം. അപ്പോൾ അതും ചോദിച്ചു, ഇവൾ കുട്ടികളുണ്ടാകുന്നു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, TB ഉണ്ടവർക്ക് ഇനി കുട്ടികളുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരു കുഴപ്പവും കാണില്ല. അങ്ങനെ സന്തോഷമായിട്ട് അവർ